ഹലോ, നമസ്കാരമുണ്ട്. എനിക്ക് ഇപ്പം മീഡിയയിൽ ഒരു ഡൽഹിയിൽ കുറേ കുട്ടികളിനെ കാണാണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് കുറേ ന്യൂസുകൾ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന കുറേ ന്യൂസുകൾ. അതിന് മുന്നേ എനിക്കൊന്ന് പറയാനുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ പേരക്കുട്ടികളെ ഒന്ന് അച്ഛനും അമ്മമാർ സൂക്ഷിക്കണമെന്നാണ്, സൂക്ഷിക്കുകയല്ല, ഭയങ്കര കെയറോട് കൂടിയിട്ട് സംരക്ഷിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ വരെ സുരക്ഷിതത്വമില്ല, നമ്മുടെ ഇന്ത്യയിൽ തീരെ സുരക്ഷിതത്വമില്ല. നമ്മൾക്ക് പേടിച്ചിട്ട് എവിടെയും പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു 2026. ഇനി എനിക്ക് പേടിച്ചിട്ടാണ്. കാരണം ഞാൻ എന്താണെന്നറിയോ, ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൊക്കെ വല്ല പൈസ കിട്ടിയാൽ വല്ല പാവപ്പെട്ടവർക്ക് കൊടുക്കാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഈ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് അത് വല്ലതും ആവൂ എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കാത്തത്. പിന്നെ ഇപ്പോൾ ഞാൻ ദൈവികമായിട്ട് ചിന്തിച്ച് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ സൈലൻ്റായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് ഇപ്പോൾ ഞാൻ കുറേ കാലങ്ങളായിട്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ 2016-19 തൊട്ടിട്ടൊക്കെയാണ് ഇതിങ്ങനെ കാണുന്നതെന്ന് പറയുന്നു. എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ല. എങ്കിൽ ഈ കണ്ട വീഡിയോ വെച്ച് ഞാനൊന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ചോര കുടിക്കുക, മനുഷ്യൻ്റെ മാംസം തിന്നുക എന്ന് പറയുന്ന ഈ മനുഷ്യർ, അതിന് സപ്പോർട്ട് നിൽക്കുന്ന മനുഷ്യരായാലും അത് ചെയ്യുന്ന മനുഷ്യർക്കായാലും അവരിനെ ഒന്ന് മനുഷ്യഗണത്തിൽ കെടുത്താൻ പറ്റില്ല. പ്രേതമുണ്ട് എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം അവർ മനുഷ്യൻ്റെ രൂപത്തിൽ പ്രേതങ്ങളായിട്ട് ജനിച്ചവരായിരിക്കാം. പിന്നെ ഒന്നുകൂടി എനിക്ക് ചോദിക്കാൻ, ഞാനത് പല പ്രാവശ്യം മീഡിയയിൽ ചോദിച്ച ഒരു കാര്യമുണ്ട്. ഹിന്ദുക്കൾ ദൈവത്തിനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. ശിവനുണ്ട്, പാർവതി അല്ല, ശിവൻ, കൃഷ്ണൻ, ബ്രഹ്മാവ്, അങ്ങനെ ഓരോ ദൈവങ്ങളുണ്ട് എന്ന് ഹിന്ദുക്കൾ പറയുന്നു. മുസ്ലിംസ് പറയുന്നു അള്ളാഹ് ഉണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന്. ഓക്കെ. ക്രിസ്ത്യൻസ് പറയുന്നു യേശു ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ ലോകത്തിൽ ഇത്രയും മതത്തിൻ്റെ ദൈവങ്ങൾ ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി അക്രമങ്ങൾ കാണിക്കുന്നത് ഓവറായിട്ടാണ് ദൈവത്തിനെ വെച്ചിട്ട് ആൾക്കാർ കാശുണ്ടാക്കുന്നത്. അതൊന്ന്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യത്തിനുള്ളൊരു ഉത്തരം ദയവ് ചെയ്ത് ഈ വീഡിയോയിലെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമെന്നുണ്ട്. ഇത്രയും അക്രമങ്ങൾ ഈ ലോകത്ത് നടക്കുമ്പോൾ ഈ 3 മതക്കാരൻ്റെയും ദൈവങ്ങൾ എവിടെയാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. യേശു ജീവിച്ചിരിക്കുന്നത് ഇരിക്കുന്നുണ്ട് പറയുന്നു, അള്ളാഹ് ജീവിച്ചിരിക്കുന്നുണ്ട് പറയുന്നു. ഹിന്ദു മതത്തിൽ ഉള്ളവർ പറയുന്നു ആ ദൈവത്തിന് ശക്തിയുണ്ട്, ഈ ദൈവത്തിന് ശക്തിയുണ്ട് എന്ന് പറയുന്നു. ഇത്രയും അക്രമങ്ങളും ഇത്രയും കുഞ്ഞുങ്ങളെ കൊന്ന് തിന്നിട്ട് അവരിൻ്റെ ചോര കുടിച്ചിട്ട് പോലും ഈ ശക്തിയുണ്ട് എന്ന് പറയുന്ന ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടാതെ പിന്നെ എന്തിനാ നമ്മൾ ഈ ജനിച്ചവർ ദൈവമുണ്ട് 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 എന്ന് പറയുന്നത്? എനിക്കറിയില്ല ഇത് എന്താണെന്ന്. ശരിക്കും മനുഷ്യനെക്കായാലും ശക്തി ദൈവത്തിനുണ്ട് എന്നാണല്ലോ ജനങ്ങൾ പറയുന്നത്. അങ്ങനെയൊരു ശക്തി ഉണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പീഡിപ്പിച്ച് അവരിൻ്റെ മാംസം തിന്ന് അവരിൻ്റെ ചോര കുടിച്ച ഈ ചെയ്ത്താന്മാരെ ശിക്ഷിക്കാനുള്ള ഈ ദൈവശക്തികൾ ഈ ലോകത്ത് ഇല്ലെങ്കിൽ എന്തിനാണ് ഈ ദൈവം എന്ന് പറഞ്ഞ് കുറേ കാശുണ്ടാക്കി ആരാധന ആലയങ്ങൾ കെട്ടിയിട്ട് എന്തിനാ ദൈവങ്ങളിനെ, ഈ കണ്ണ് കാണാത്ത ദൈവങ്ങളിനെ എന്തിനാ തൊഴുതെന്ന്, എന്തിനാ കുമ്പിടുന്ന്? ഡൽഹിയിൽ നിന്ന് ഇത്രയും കുഞ്ഞുങ്ങളെ കാണാണ്ടായി എന്ന് പറയുന്നു. അതൊക്കെ ഇത് പറയുമ്പോൾ നമ്മൾക്ക് ഇതിന് സംരക്ഷണമുണ്ട് നമ്മുടെ ഇന്ത്യയിലത്തെ എന്നൊക്കെ പറയുന്നു. അവനവൻ്റെ മക്കളെ, അവനവൻ്റെ കുഞ്ഞുങ്ങളെ അവനവൻ സംരക്ഷിക്കുകയല്ല, ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഒരുപാട് നോക്കണം. കാരണം അതെനിക്ക് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല.
ഓരോ കുഞ്ഞുങ്ങളിൻ്റെ അവയവങ്ങൾ അവറ്റകൾക്ക് വേദനിച്ചിട്ട് പാവങ്ങൾ ഇരുന്ന് കരയുന്നു. അതിനെ കൊന്നിട്ട് എന്തോ പറയാന്നറിയില്ല എനിക്ക്. ഒരു സ്ത്രീയായിട്ട് ജനിക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പാടുണ്ടോ ഒരു സ്ത്രീക്ക് എന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തിനാണ് ദൈവം ഈ ആണുങ്ങൾക്ക് ഇത്രയും ഒരു കാമഭ്രാന്ത് കൊടുത്തിട്ട് ഈ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഇതുമാതിരി പീഡിപ്പിച്ച് കൊന്ന് അവറ്റകളെ തിന്നുന്നു? എന്താ ഈ ലോകം? അപ്പോൾ ഈ ലോകത്തിൽ ദൈവങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ സംരക്ഷണം ഒരു മനുഷ്യനില്ലെങ്കിൽ എന്തിനാണ് ദൈവങ്ങൾ? എന്തിനാണ് പൂജിക്കുന്നത്? ഇല്ലെങ്കിൽ എന്തിനാണ് തൊഴുതുന്നത്? എത്രയോ കുഞ്ഞുങ്ങളെ ദൈവത്തിന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടിട്ട് ഒരു കുട്ടിനെ കൊന്നത് നമ്മൾ വായിച്ചതാണ്, കേട്ടതാണ്. അപ്പോൾ ഈ ദൈവങ്ങൾ എവിടെയാണ്? ശബരിമലയിൽ സ്വർണം കട്ടുകൊണ്ട് പോയി എന്ന് പറയുന്നു. അയ്യപ്പൻ എവിടെയാണ്? വെറുതെ അവരിനെ ജയിലിൽ പിടിച്ചിട്ടിട്ട് ഒരു കാര്യവുമില്ല. അയ്യപ്പനെന്ന് പറഞ്ഞ് കൊടുത്ത സാധനങ്ങൾ മോഷ്ടിക്കുമ്പോൾ അപ്പോൾ അവനെ പിടിക്കാനുള്ള സംവിധാനത്തിന് അയ്യപ്പന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ദൈവം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് ദൈവം? എന്തെല്ലാം അക്രമങ്ങൾ നടക്കുന്നു ഇന്ത്യയിൽ, എന്തെല്ലാം നടക്കുന്നു. കാശുള്ളവൻ ജീവിക്കുന്നു, അട്ടഹസിക്കുന്നു, ഇല്ലാത്ത പാവങ്ങളെ ജാതി പറഞ്ഞ് പിരിക്കുന്നു. ഹിന്ദുക്കൾ താഴ്ന്ന ജാതികളിനെ പിരിക്കുന്നു. വേറൊരു ജാതിക്കാർ വേറൊരു തരത്തിൽ ദ്രോഹിക്കുന്നു. വേറൊരു ജാതികൾ വേറെ ദൈവത്തിന് പറഞ്ഞ് കാശുണ്ടാക്കുന്നു. പക്ഷേ എൻ്റെ ഒരേ ഒരു ചോദ്യം, ഈ ലോകത്തിൽ ഭക്ഷണമില്ലാതെ ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും എത്ര ആൾക്കാർ ഭക്ഷണമില്ലാതെ ജീവിക്കുന്നു. അതുപോലെ ഇപ്പോൾ എത്രയോ കുഞ്ഞുങ്ങളെ കാണാതായി എന്ന് പറയുന്നു. ആ പെൺകുട്ടികളിൻ്റെയൊക്കെ ഒരു ഞാൻ ആലോചിക്കുന്ന, ആ കുട്ടികൾക്കൊരു അവയവം പോലും ആയിട്ടില്ല. ആ കുഞ്ഞുങ്ങളിനെയാണ് ഇങ്ങനെ ദ്രോഹിച്ചിട്ട്. അപ്പോൾ എന്തിനാ നിയമപാലകർ, ദൈവങ്ങൾ എന്തിനാണ്? നിയമത്തിനും ദൈവത്തിനും ചെയ്യാൻ കഴിയാത്തത് സാധാ മനുഷ്യർക്ക് കഴിയുമോ? എൻ്റെ ചോദ്യം അതാണ്. ദൈവം എനിക്കിതിനൊരു മറുപടി ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാലും. വല്ലാത്ത വേദന തോന്നുന്നുണ്ട് എനിക്ക്. അമ്മമാരിനെ ദ്രോഹിക്കുന്നു, മീഡിയയിൽ തുറന്നാൽ അച്ഛനമ്മമാരിനെ ദ്രോഹിക്കുന്ന മക്കൾ, പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്ന ആണുങ്ങളെ ദ്രോഹിക്കുന്ന പെണ്ണുങ്ങൾ. അതിന് പുറമെയാണ് ഈ വകയുള്ള ഓരോ അക്രമങ്ങൾ. ഈ കുഞ്ഞുങ്ങളിനെ കാണാതായവർ ഇതൊക്കെ എവിടെ പോയി? ഇത് അന്വേഷിക്കാൻ നിയമമില്ലേ? ഇല്ലെങ്കിൽ ദൈവമില്ലേ ചോദിക്കാൻ? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊരു ശക്തി ക്രിസ്ത്യൻസിലും മുസ്ലിംസിലും ഹിന്ദുവിലും ദൈവങ്ങൾക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആ നിമിഷം ശിക്ഷിക്കുന്നതിനാണ് ദൈവം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് ജയിലിലേക്ക് പിടിച്ചുകൊണ്ട് വിട്ട് അവർ സുഖസുന്ദരമായി ചിക്കനും മട്ടനും ബീഫും എല്ലാം തിന്ന് മുട്ടയും തിന്ന് അവരിനെ പുലർത്തി അവരിനെ നിയമം വെറുതെ 10 കൊല്ലം 20 കൊല്ലം കഴിയുമ്പോൾ തുറന്നു വിടുന്നു. അങ്ങനെയല്ല വേണ്ട. ദൈവം എന്നുള്ളൊരു ശക്തി ഈ ലോകത്തിൽ ഉണ്ടെങ്കിൽ അപ്പം കൊടുക്കണം ശിക്ഷ. അതാണ് ദൈവികം എന്ന്, ദൈവശക്തി എന്ന് പറയുന്നത്. എത്ര അമ്മമാർ കരയുന്നുണ്ടാവും ആ കുഞ്ഞുങ്ങളിൻ്റെ. 800-ലധികം കുട്ടികളെയാണ് കാണാനില്ല എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന്. നമ്മുടെ ഇന്ത്യൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് 800 കുട്ടികളെ കാണാതായിരിക്കണം. അപ്പോൾ ഇനിയെങ്കിലും മനുഷ്യന്മാരൊന്ന് ഇത്രയും എൻ്റെ ഈ പ്രായത്തിലിടയ്ക്ക് ഒരുപാട് ഭരണങ്ങൾ മാറി വന്നിട്ടുണ്ട്. ഇത്രയും വേദനപ്പെടുത്തുന്ന ഒരു ഇത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മടുത്തു. രാഷ്ട്രീയം പറയുന്നവരിനെ കാണുമ്പോൾ എനിക്ക് മടുപ്പാകാൻ തുടങ്ങിയിരിക്കും. എന്തിനാണ്? അപ്പോൾ ദയവ് ഇത് അവനവൻ്റെ മക്കളിനെ നിങ്ങൾ സ്വന്തം അച്ഛനും അമ്മയും സംരക്ഷിക്കുക. അച്ഛനെയും അമ്മനെയും ആരും ഉപദ്രവിക്കരുത്. അവർ വയസ്സാകുമ്പോൾ നിങ്ങളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലികൾ വാങ്ങിച്ച് തന്ന് അവരിനെ വയസ്സാകുമ്പോൾ ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന പോലെ ഉപദ്രവിക്കരുത്. ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്.